ഷെയർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, +1 ക്ലാസ്സിലെ സെക്കൻഡ് ടൈം എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്ന ഓരോ ചാപ്റ്റർ ബേസിലുള്ള ക്വസ്റ്റ്യൻസാണ് തന്നിരിക്കുന്നത് കേട്ടോ. ആദ്യം എഴുതിയിരിക്കുന്ന ദോഹയാണ്, അതിലെ സമാനാർത്ഥി ശബ്ദമാണ് ഫസ്റ്റ്. നോക്കെ, ശൂറെ എന്ന് വരുമ്പോൾ ഓപ്ഷൻ കാണും. സുരമ നോക്കി എഴുതുക. ധൂലി ധൂരി പൊടി അറിയാലോ. വർണ്ണ് വരൺ. അടുത്ത നോക്കി സുമിരൻ സുമിരൻ സ്മരൺ. സ്മരൺ എന്ന് ചോദിക്കുമ്പോൾ സുമിരൻ എന്ന വാക്ക് എഴുതി കൊടുക്കുക കേട്ടോ. തിരിച്ചും ചോദിക്കാം. നോക്കിയ വർണ്ണം എന്ന് എഴുതുമ്പോൾ വരൺ എന്ന വാക്ക് നോക്കി വേണം എഴുതാൻ കേട്ടോ. അടുത്ത് നോക്കി ചീണ്ടി ക്യാ ലേക്കർ ചലി. ചീണ്ടി ഉറുമ്പാണ്, അത് എന്തെടുത്തുകൊണ്ടാണ് പോകുന്നത്? ആൻസർ ശക്കർ. അറിയാലോ, പഠിപ്പിച്ചതാണ്. അടുത്ത് ചോദിക്കാവുന്ന 2 ദോഹകൾ. ദോഹയുടെ ആശയം എഴുതാൻ എക്സാമിന് കാണും കേട്ടോ. അതിൽ നോക്കിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ദോഹ തന്നിരിക്കുന്നു. ലഘുദാസെ പ്രഭുദ മിലേ എന്നുള്ള ദോഹയും ദുഃഖമേ സുമിരൻ കരെ എന്നുള്ള ദോഹയും. അതിലേതെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് 5 ദോഹയാണ്. അതിൽ 2 സെലക്ട് ചെയ്ത് ചെയ്യാൻ കേട്ടോ. അത് എക്സാമിന് ചോദിക്കാൻ കൊള്ളാം, അതുകൊണ്ട് അതങ്ങനെ എഴുതിയത്. വായിച്ച് പഠിച്ചുകൊണ്ട് വേണം പോകാൻ കേട്ടോ. അടുത്തത് നോക്കി, കിസി മൻ പസന്ത് ഫിലിം കി സമീക്ഷ കരെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, മനസ്സിനെ ഇഷ്ടപ്പെട്ട, പസന്ത് എന്ന് വെച്ചാൽ ഇഷ്ടം, ഫിൽമി സമീക്ഷ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചായിരുന്ന ബ്ലാക്ക്, അതങ്ങ് എഴുതി കൊടുത്താൽ മതി. കിസി ഏക്കെന്ന് വന്നാലും അതെഴുതുക, ബ്ലാക്ക് എന്ന് ചോദിച്ചാലും അതെഴുതുക. അതുകൊണ്ട് അത് തന്നിരിക്കുന്നത് കേട്ടോ. ഇതുപോലൊക്കെ ഓപ്ഷൻ, അതായത് തന്നതിന് ശേഷം താഴേക്ക് അതിൻ്റെ ഹിൻസ് ഉണ്ടാകും, നോക്കി എഴുതണം കേട്ടോ. ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതുകൊണ്ട് ഹിൻസ് കാണും, നോക്കി എഴുതുക. അതിനുശേഷം ഹിൻസ് ചെയ്യാൻ തന്നിട്ടുണ്ട്, അതറിയാവുന്നതാണ്. അടുത്ത് നോക്കി, ചാന്തോർ കവി എന്ന പാഠമാണ്. അതിലെ സമാനാർത്ഥ ശബ്ദം നോക്കി, ഗഗൻ ആകാശെ. രാഗിനി എന്ന് വെച്ചാൽ കന്യ എന്നെഴുതുക. സമ്രാട്ട് ബാദശാഹെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഉലച്ചനെ അപ്പനി ബനാക്കറെ ആപ്പ് ഹി ഫംസത്ത കോനെ. പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സ്വയം അതിൽ കുരുങ്ങുകയും ചെയ്യുന്നത് ആര്? ആൻസർ മാനവ്, മനുഷ്യൻ. അടുത്ത നോക്കി, ജൽ കെ ബുൽബുലേക്ക് വിശേഷത ക്യാ ഹെ. ജലത്തിലെ ബുൽബുല എന്ന് വെച്ചാൽ കുമിള, അതിൻ്റെ വിശേഷതകൾ എന്തെല്ലാം? നോക്കി, കവി രാംധാരി സിംഗ് ദിനകർ കി റായ് മേ. കവിയായ രാംധാരി സിംഗ് ദിനകറാണ് പോയം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ റായ് എന്ന് വെച്ചാൽ അഭിപ്രായത്തിൽ. മനുഷ്യ കാ സ്വപ്നെ ജൽ കാ ബുൽബുല ഹെ. മനുഷ്യൻ്റെ സ്വപ്നം ജല കുമിളകൾ പോലെയാണ്. വഹ ആജ് ബെന്ദ ഹെ കൽ ഫൂട്ട് ജാത്ത ഹെ. വഹ എന്ന് വെച്ചാൽ അത്, ആജ് ഇന്ന്, ബെന്ദ ഉണ്ടാവുകയും നാളെ അത് ഫുട്നെന്ന് വെച്ചാൽ പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. അതുപോലെയാണ് ജലകുമിളകൾ ഉണ്ടാവുകയും ആ ക്ഷണനേരം കൊണ്ട് നശിച്ചു പോവുകയും ചെയ്യുന്നു. അതുപോലെയാണ് മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ ഇന്നുണ്ടാവുകയും നാളെ ഇന്ന് നശിച്ചു പോവുകയും ചെയ്യുന്നു. അടുത്ത നോക്കി, ചാന്ദിനെ ആത്മികോ അനോഖാ ജീവ് ക്യോം കഹ. ചന്ദ്രൻ എന്തുകൊണ്ടാണ് മനുഷ്യനെ അനോഖാ ജീവ്, വിചിത്രമായ ജീവി എന്ന് വിളിച്ചത്? ആൻസർ നോക്കിയേ, ആത്മീ സ്വയം ഉലച്ചനെ ബൻകറെ अपने आप को उसमें फंस देना फिर बेचैन होकर वह न जागता है न सोता है. ആത്മീയ എന്ന് വെച്ചാൽ മനുഷ്യൻ, ഉലച്ചെന്ന് വെച്ചാൽ പ്രശ്നം. സ്വയം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിലെന്ത് ചെയ്യുക, അകപ്പെടുകയും. ഫംസന കുരുങ്ങുക, അകപ്പെടുക എന്നൊക്കെയാണ്. എന്നിട്ട് വ്യാകുലപ്പെട്ട് ഇന്ന ജാഗിന ഉറങ്ങാതെയും, ഇന്ന സൊന ഉറങ്ങാ ജാഗിന ഉണരുക, ഉണരാതെയും ഉറങ്ങാതെയും വ്യാകുലപ്പെടുകയും ചെയ്യുന്നു. സ്വയം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിലകപ്പെടുന്നു ആരാ? മനുഷ്യൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് മനുഷ്യനെ അനോഖാ ജീവെന്ന് കവി വിളിച്ചത്. അടുത്ത നോക്കി, കവിതാക്ക് ആസ്വാദൻ ടിപ്പണി വായിച്ചു പോവുക കേട്ടോ. അടുത്ത പാഠം ആനന്ദിക്ക് ഫിൽച്ചടിയാം എന്ന പാഠമാണ്. അതിലെ ക്വസ്റ്റ്യൻ നോക്കിയേ, ബൂഢ ആദ്മി സെമീൻ കോതുക്കറെ ക്യാ ബീജ് ബോത്തെ ഹായും. അതായത് ബൂഢ ആത്മീ എന്ന് വെച്ചാൽ വൃദ്ധനായ മനുഷ്യൻ, സെമീൻ കോതുക്കർ കുഴി കുഴിച്ച് അതിൽ എന്ത് ബീജം എന്ന് വെച്ചാൽ സീഡതിൻ്റെ വിത്ത് ആണ് ബോന വിതയ്ക്കുന്നത്. ആൻസർ ആം കി ഗുഡലിയ. അറിയാലോ, മാമിൻ്റെ ഗുഡലിയ സീഡാണ് അദ്ദേഹം അതിനകത്ത് കുഴിച്ചിട്ടത്. നോക്കിയേ, അടുത്തത്, ഹമാരെ പൂർവജോങ്കി മനോവൃത്തി കാ ഫൽ ഹേ ജോ ഹം ജഗ് ജഗഹമേം അമരായി ദേഖ്തേ ഹേ ക്യോം. നമ്മുടെ പൂർവികരുടെ മനോവികാരത്തിൻ്റെ ഫലമാണ് ഓരോ സ്ഥലങ്ങളിലും കാണുന്ന അമരായി. അമരായി എന്ന് വെച്ചാൽ മാവിൻ തോട്ടങ്ങൾ. അത് റൗണ്ട് ചെയ്തേക്കുന്ന 1 വേർഡ് ചോദിക്കാം. എന്താണ് കാണുന്നതെന്ന് വെച്ചാൽ അമരായി എന്ന് എഴുതി കൊടുക്കുക. അതുകൊണ്ട് മാവിൻ തോട്ടങ്ങൾ കാണുന്നു, ക്യോം എന്തുകൊണ്ട് എന്ന് ക്വസ്റ്റ്യൻ. 2 മാർക്കിൻ്റെ മറ്റേ 1 വേർഡ് കേട്ടോ. നോക്കി, അപ്നെ സ്വാർത്ഥി ജീവൻ ത്യാഗ് കർ दूसरों को सुख और आनंद पहुँचने के सुंदर स्वभाव की मनोवृत्ति है. നോക്കിയേ, അപ്പനെ സ്വാർത്ഥി ജീവൻ, സ്വന്തം സ്വാർത്ഥമതിയായിട്ടുള്ള ജീവിതം ത്യാഗിന ഉപേക്ഷിക്കുകയും
ദൂസരോങ്കോ മറ്റുള്ള ആൾക്കാർക്ക് സുഖവും ആനന്ദം, അതായത് മറ്റുള്ളവരെ സുഖത്തിലും ആനന്ദത്തിലും സന്തോഷത്തിലും ബഹുവഞ്ചനയ്ക്ക് എത്തിക്കുക എന്നത് സുന്ദരമായ സ്വഭാവത്തിൻ്റെ മനോവികാരമാണ് ഇവിടെ കാണുന്നത്. എഴുതി കൊടുക്കുക ക്വസ്റ്റ്യൻ അത് കേട്ടോ. അടുത്ത നോക്കിയേ. സംഭ്രാന്ത മഹിള റെയിൽഗാഡിക്ക് കിഡ്കി സേ ക്യാ ഫേങ്കത്തെ. സംഭ്രാന്ത മഹിള എന്താണ് ചെയ്തത്? റെയിൽഗാഡിയുടെ കിഡ്കി വഴി, ജനൽ വഴി എന്താണ് ഫേങ്കിന എറിഞ്ഞത്? ആൻസർ നോക്കിയേ. ഫൽ ഓർ ഫൂലോം കാ ബീജ്. ഫലത്തിൻ്റെയും പൂക്കളുടെയും ബീജ് എന്ന് വെച്ചാൽ സീഡ്, അതിൻ്റെ വിത്ത്. അടുത്ത നോക്കിയേ. ഫ്രാങ്ക്ലിനെ ബെച്ചോങ്കോ കിത്തന റുപ്പയ ദിയാഹെ. ഫ്രാങ്ക്ലിൻ കുട്ടിക്ക് എത്ര രൂപയാണ് കൊടുത്തത്? എത്രയാണ്? 20 അല്ലേ, $20 കൊടുത്തത്. അത് 1 വേർഡിനും 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ കൊള്ളാവുന്ന എഴുതി കേട്ടോ. അതിനകത്ത് 7 ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോയ്ക്ക് തന്നിട്ടുണ്ട്, ഇത് വായിച്ച് നോക്കണം കേട്ടോ. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കായിരിക്കും. അടുത്ത നോക്കിയ വാർത്താലാപ്. അതിനകത്ത് സംഭ്രാന്ത മഹിളയും സഹയാത്രിയുമായിട്ടുള്ള വാർത്താലാപ് കൊള്ളാം. പിന്നെ ബൂഢ ആദ്മിയും നൗജവാനും. നോക്കിയേ. ടിക്കറ്റ് ബാബുവിൻ്റെ ഡയറി. അത്രയുമാണ് ആ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. അടുത്ത പാഠം പത്രക്കി ബെഞ്ചാണ്. പത്രക്കി ബെഞ്ച് കിസ്ക പ്രതീക് ഹേ. പത്രക്കി ബെഞ്ച് എന്തിൻ്റെ പ്രതീകമാണ്? സാർവജനികെ. സ്ഥാൻ എന്ന് വെച്ചാൽ സാർവജനിക് എന്ന് വെച്ചാൽ പൊതുവായ, ജഗഹെന്നോ സ്ഥാനെന്നോ കാണും കേട്ടോ, പൊതുവായ സ്ഥലത്തിൻ്റെ. അടുത്ത കിസ്കെ ലിയെ ഹത്യാവും കാ സിൽസില ശുരു ഹോ സക്താ ഹേ. എന്തിനു വേണ്ടിയായിരുന്നു കൊലപാതകത്തിൻ്റെ പരമ്പര ആരംഭിച്ചത്? ആൻസർ പത്രക്കി ബെഞ്ച് കൽ ബെഞ്ചിന് വേണ്ടി. അടുത്ത പത്രക്കി ബെഞ്ച് പർ ക്യാ ക്യാ അങ്കിത് ഹേ. പത്രക്കി ബെഞ്ചിലെ എന്തൊക്കെയാണ് ആലേഖനം ചെയ്തത്? ആൻസർ ആൻസു കണ്ണുനീര്, തക്കാൻ വിശ്രമം. തക്കാൻ എന്ന് വെച്ചാൽ ക്ഷീണം, വിശ്രമം. ആറ് പ്രേമിക്ക് സ്മൃതിയ, സ്നേഹത്തിൻ്റെ ഓർമ്മകൾ. എന്തൊക്കെയാ? കണ്ണുനീര്, ക്ഷീണം, വിശ്രമം, ഓർമ്മ, അതല്ലെങ്കിൽ പ്രേമത്തിൻ്റെ സ്മൃതികൾ, ഓർമ്മകൾ എന്നിവ ആയിരുന്നു. അടുത്ത കവിതയുടെ ആസ്വാദന ടിപ്പണി ഏറ്റവും നല്ലതാണ് ചോദിക്കാൻ കേട്ടോ പത്രക്കി ബെഞ്ച്. നെക്സ്റ്റ് ദുഃഖം എന്ന പാഠമാണ്. നോക്കുക. ഹേമ കിസ് കഹാനി കാ പാത്ര ഹേ. ഹേമ ഏത് കഹാനിയിലെ കഥാപാത്രമാണ്? ആൻസർ ദുഃഖ്. ഹേമ കിസ് സേ റൂട്ട് കറെ അപ്പനെ ഘർ ചലി ഗയി. ഹേമ ആരോട് റൂട്ടിന പിണങ്ങിയാണ് വീട്ടിലേക്ക് പോയത്? ആൻസർ ദിലീപിനോട്, അല്ല പതിയായ ദിലീപിനോട്. ഹേമ കാ പതി കോൻ എന്ന് വെച്ചാലും ദിലീപ് എന്ന് എഴുതുക കേട്ടോ. അടുത്ത ലഡ്ക സുൻസാൻ സടക്ക് പറെ ക്യാ ബേച്ചത്തി. ആ കുട്ടി സുൻസാൻ നിശബ്ദമായ, അതായത് വിജനമായ ആ സടക്കിൽ എന്താണ് ബേച്ചന എന്ന് വെച്ചാൽ വിൽക്കുക. എന്തായിരുന്നു? കൊമച്ചെ. അടുത്ത ക്വസ്റ്റ്യൻ. ദിലീപേ ക്യോ അരെ ദിലീപ് കഹാം സേ ലൗട്ടെ സമയ ലഡ്കെ കോ ദേഖ. ദിലീപ് കഹാം സേ എവിടെ നിന്ന് ലൗട്ടിന മടങ്ങി വന്ന സമയത്താണ് കുട്ടിയെ കണ്ടത്? ആൻസർ നോക്കിയാൽ എവിടെ നിന്നായിരുന്നു? മീറ്റോ പാർക്കിൽ നിന്നും തിരിച്ച് വരുന്ന വഴിയായിരുന്നു ആര് കണ്ടത്? നമ്മുടെ ദിലീപ് ആ കുട്ടിയെ കണ്ടത് കേട്ടോ. അത് പഠിച്ചു വെക്കണം കേട്ടോ. അതിനകത്ത് നിന്ന് ചോദിക്കാവുന്ന മിക്ക ക്വസ്റ്റ്യൻസും അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ നോക്കിയേ. ടേബിൾ പഠിച്ചുകൊണ്ടാണ് ഓരോ പാഠത്തിൻ്റെയും എഴുതിയ ലേഖകൻ്റെ പേര്, അതിൻ്റെ പാഠത്തിൻ്റെ ടൈറ്റിൽ എന്താണോ അതുകൂടാതെ എൻ്റെ പ്രവൃത്തിയല്ലേ വിധ ഏത് വിഭാഗത്തിൽ പെട്ടതാണ് നോക്കിക്കൊണ്ട് പോകണം കേട്ടോ. അതും പരീക്ഷയ്ക്ക് കൊള്ളാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മൻ പസന്ത് കിസി. അറിയാലോ ബ്ലാക്ക് എന്ന ഫിലിമിൻ്റെ സമീക്ഷ തയ്യാറാക്കാൻ. നെക്സ്റ്റ് സംക്ഷേപൺ ലേക്ക് അവരെ ശീർഷക് ദേ. സംക്ഷേപൺ എന്ന് വെച്ചാൽ സംഗ്രഹിച്ചെഴുതുക, അതായത് ചുരുക്കി എഴുതുക തന്നിരിക്കുന്ന പാസേജിനെ. എന്നിട്ട് അതിനെ ശീർഷക് എന്ന് വെച്ചാൽ ടൈറ്റിൽ ആഡ് ചെയ്യുക കേട്ടോ. ടൈറ്റിലിന് 1 മാർക്കായിരിക്കും കേട്ടോ. ബാക്കി മൊത്തത്തിൽ 6 മാർക്കാണ്. ടൈറ്റിലാണ് 1 മാർക്ക്. അത് നോക്കി വേണം എഴുതാൻ. ചോദിക്കാൻ കൊള്ളാവുന്ന ടെക്സ്റ്റിലെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഞാൻ തന്നിട്ടുണ്ട് ഒരു വീഡിയോയിൽ കേട്ടോ. പിന്നെ ബാങ്ക് ക്ലർക്കിൻ്റെ ഒരു പാസേജർ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറയുന്നത്, ഇന്നൊരാൾ വീട്ടിൽ എവിടേക്ക് വന്നിരുന്നു, വീട്ടിൽ ചെന്ന ഭാര്യയോട് പറയുന്ന ഭാഗമാണത് കേട്ടോ. അല്ലെങ്കിൽ ദോസ്തിനോടെന്നാകാം, അങ്ങനെയും ചോദിക്കാം. അപ്പോഴേ അവിടെ ഒരാൾ ബാങ്കിൽ വന്നിരുന്നു, അയാളുടെ ഹസ്തലിപി അതായത് ഹസ്താക്ഷര കണ്ടപ്പോൾ സുന്ദരം എന്ന് പറയുന്ന ആ ഒരു പോർഷൻ അത് ചോദിക്കാൻ കൊള്ളാവുന്ന സംശയം കേട്ടോ. ആ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ കൊള്ളാം സെക്കൻഡ് ടൈം എക്സാമിന്. നെക്സ്റ്റ് നോക്കി സാർത്ഥക വാക്യമേ ബദലേ. സാർത്ഥവാക്യം നോക്കി എഴുതിയിട്ടേക്കുന്ന ഫസ്റ്റ് ടൈം നമ്മൾ എഴുതിയതാണ്. യഹ് ബഹത്ത് മഹത്വ പൂർണ്ണ ഘടനാഹേ എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുപ്പിച്ചിങ്ങനെ എഴുതാം. നമ്മളത് മാറ്റി ഇതേ തന്നിരിക്കുന്ന പോലെ എഴുതി കൊടുക്കണം. 2 മാർക്കാണേ. യഹ് ബഹത്ത് മഹത്വ പൂർണ്ണ ഘടനാഹേ കണ്ടോ, അങ്ങനെ എഴുതി കൊടുക്കുക. ഇനി അടുത്ത് നോക്കിയേ പ്രസൻ വാചക ശബ്ദമെങ്കിൽ സഹായദാസേ ദോ പ്രസൻ ബനായേ. പ്രസൻ വാചക അതായത് കഹാം ക്യാ കിത്തന അത് കുറേ ഉണ്ടല്ലോ. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ തന്നായിരുന്നു ഓണ എക്സാമിന് കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന, അതായത് 2 വാക്കുകൾ തരും.
അതിൻ്റെ സഹായത്തോടെ തന്നിരിക്കുന്ന വാക്യത്തിൽ നിന്നും 2 ചോദ്യങ്ങൾ നിർമ്മിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കി തന്നിരിക്കുന്നത് ഞാൻ ഒരെണ്ണം എക്സാമ്പിൾ എഴുതി. ഹേമ റൂട്ട് കർ മാം കെ ഘർ ചലി ഗയ്. ഹേമ പിണങ്ങി അമ്മയുടെ വീട്ടിൽ എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലേക്ക് പോയി. എന്നിട്ട് നോക്കിയേ കോൻ എന്ന് വെച്ചാൽ ആര്, കഹാം എന്ന് വെച്ചാൽ എവിടെ. അങ്ങനെ 2 ബ്രാക്കറ്റ് തന്നിരിക്കുന്നു. ആ 2 വാക്കുകൾ വെച്ച് വേണം നമുക്ക് ക്വസ്റ്റ്യൻ നിർമ്മിക്കാൻ കേട്ടോ. ആദ്യത്തെ നോക്കി നമുക്ക് എഴുതാം. കോൻ റൂട്ട് കർ മാം കെ ഘർ ചലി ഗയ്. ആരാണ് പിണങ്ങി വീട്ടിലേക്ക് പോയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹേമ റൂട്ട് കർ കഹാം ചലി ഗയ്. ഹേമ പിണങ്ങി എവിടേക്കാണ് പോയത്. അതാണ് കോൻ കഹാം ബ്രാക്കറ്റിൽ തന്ന് വെച്ച് നമ്മൾ 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം കേട്ടോ. അതാണ് അതിന് വേണ്ടത്. തന്നിരിക്കുന്ന നോക്കി എഴുതണം കേട്ടോ. അടുത്ത വിശേഷണ ശബ്ദമാണ്. തന്നിരിക്കുന്ന ഒരു പാസേജിൽ നിന്നും ഏതെങ്കിലും വിശേഷണ ശബ്ദങ്ങൾ എടുത്തെഴുതിയാൽ ചോദിക്കും. അല്ലെങ്കിൽ ഇതേപോലെ വാക്കുകൾ തന്നിട്ട് അതിലെ വിശേഷണ ശബ്ദം ഏതെന്ന് ചോദിക്കാം. നീല ജൽ എന്ന് ഞാൻ എഴുതി. അപ്പം നീല എന്നെഴുതി കൊടുക്കുക വിശേഷൻ. ബൂഢ ആദ്മി എന്ന് വന്നപ്പോൾ ബൂഢ ഫസ്റ്റ് വേണം എഴുതണം കേട്ടോ. 2 വാക്കാണെങ്കിൽ 1ാമത്തെ വാക്കായിരിക്കും വിശേഷൻ, ഓർത്ത് വെച്ചിരിക്കുക. ഇനി നോക്കിയേ. പത്രക്കി ബെഞ്ച് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, അത് കൃത്യമായിട്ട് എഴുതണം കേട്ടോ. പത്രക്കി ബെഞ്ച് എന്ന പാഠത്തിൻ്റെ ആസ്വാദന ടിപ്പണി എഴുതി പഠിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കിയാൽ ഉചിത ഹിന്ദി ശബ്ദ ചുൻകല്ലിക്ക്. ഉചിതമായ ഹിന്ദി ശബ്ദങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഇംഗ്ലീഷ് വാക്ക് തരും, അല്ലെ വേർഡ് തരും, അതിൻ്റെ ഹിന്ദി എഴുതണം. പേജ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കി വേണം പഠിക്കാൻ. 94 ടെക്സ്റ്റിലെ കേട്ടോ. 94 പേജ് എടുത്തിട്ട് അത് വായിച്ച് പഠിക്കുക. അതിനകത്തു നിന്നാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത് നോക്കി. ജീവൻ വൃത്തെ പടേ और രാംധാരി സിംഗ് ദിനകർ കെ ബാരെ മേം അനുച്ഛേദ് ലിഖേ. ഒരു ബയോഡേറ്റ തരും, അതൊരു അനുച്ഛേദ ഖണ്ഡികയാക്കി എഴുതി കൊടുക്കണം കേട്ടോ. അതെങ്ങനെ എഴുതുമെന്ന് ഓണ എക്സാമിൻ്റെ വീഡിയോയിൽ ഞാൻ നല്ല വൃത്തിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിക്കുക. രാംധാരി സിംഗ് ദിനകറും യശ്പാലും നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാൻ നല്ലതാണ്. ഇനി അടുത്ത് നോക്കി. നിമ്നലിഖിത ഘടനാവും കെ കോ പാത്ര സേ ജോഡ് കർ ലിഖേ. താഴെ തന്നിരിക്കുന്ന ഘടനാ സംഭവങ്ങളും കഥാപാത്രങ്ങളുമായി കൂട്ടിച്ചേർത്ത് എഴുതുക എന്ന്. ഇവിടെ ഒരു ഭാഗത്ത് ഘടനാ സംഭവം, അതായത് A കോളം സംഭവം, B കോളത്തിലെ പാത്ര. അങ്ങനെ ക്വസ്റ്റ്യൻ തരാം, അത് ഓർഡർലെസ് ആയിട്ട് തരും. നിങ്ങളത് ഓർഡറാക്കി എഴുതി കൊടുക്കണം കേട്ടോ. നോക്കി. ഒന്നാമത്തെ നോക്കിയേ. യാത്രികൾക്കോ ടിക്കറ്റ് ദേനാൽ. ഞാനിവിടെ കറക്റ്റായിട്ട് എഴുതി. യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകുന്നത് ടിക്കറ്റ് ബാബു. അടുത്ത സുന്ദർ ലിപി മേം ലിഖിന. സുന്ദരമായ ലിപിയിൽ എഴുതിയത് ബാങ്ക് കാ ക്ലർക്കാണ്. അടുത്ത നോക്കിയ റെയിൽഗാഡി മേം ബീജ് ഫേങ്കിന. റെയിൽഗാഡിയിലെ വിത്തുകൾ എറിഞ്ഞത് സംഭ്രാന്ത മഹിളയാണ്. അടുത്ത നോക്കിയ ആം കി ഗുഡലിയാം ബോന. ആം കി ഗുഡലിയ. മാവിൻ്റെ ആ വിത്ത് അത് ബോന വിതച്ചത് അല്ലെങ്കിൽ കുഴിച്ചിട്ടത് ആരെ. ആൻസർ ബൂഢാദ്മി. നെക്സ്റ്റ് വിദ്യാർത്ഥിക്ക് മദത് കർണ. ആ വിദ്യാർത്ഥിയെ സഹായിച്ചതാരാ. ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അറിയില്ലേ. അടുത്ത നോക്കിയ സഹാനുഭൂതി ദർശന. അനുകമ്പയോടെ നോക്കിയത് ലേഖകമായിരുന്നു. ആരെയാ. ടിക്കറ്റ് ബാബുവിനെ. സംഭവം അറിയാലോ. ഓക്കെ. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. എക്സാമിൽ ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും കേട്ടോ. അടുത്തത് പോസ്റ്ററും വിജ്ഞാപനം, ബാക്കിയുള്ള ലെറ്റർ റൈറ്റിങ്ങിന് കുറേ ഉണ്ട്. അതെല്ലാം കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തരാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.